അസിസ്റ്റന്റ് അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ടോപ്പിക്കാണ് ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഫിസിക്സുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രാവിറ്റി, വെയിറ്റ്, മാസും, വാല്യൂ ഓഫ് ജി, അതായത് ജി ഇൻ ഡിഫറെന്റ് പ്ലേസസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കുന്നതിനോടൊപ്പം MCQവും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫിസിക്സിന്റെ ഭാഗത്തിൽ 6ാമതായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാവിറ്റേഷനും സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും എസ്കേപ്പ് വെലോസിറ്റിയും സാറ്റലൈറ്റ്സ് എസ്കേപ്പ് വെലോസിറ്റിയും വെയിറ്റ് മാസ് വാല്യൂ ഓഫ് ജി ഇൻ ഡിഫറെന്റ് പ്ലേസസ് ഒക്കെ നമുക്കിതൊക്കെ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ, ഫസ്റ്റ് ഗുരുത്വാകർഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. SCRT ടോപ്പിക്കിൽ തന്നെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് ഈ ഗുരുത്വാകർഷണം? നമുക്കറിയാം പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലങ്ങളിൽ ഒന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ പ്രതിപാദ ഐസക് ന്യൂട്ടൺ ആണല്ലേ. ഗുരുത്വാകർഷണ നിയമം പ്രതിപാദിച്ചത് 1687 വർഷം ഓർത്തിരിക്കണം. 1687 സർ ഐസക് ന്യൂട്ടൺ ആണ് ഗുരുത്വാകർഷണ നിയമം ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ പ്രതിപാദിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. നമുക്കറിയാം ഗുരുത്വാകർഷണ നിയമം, ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം, അത് ഫോഴ്സ്, അതിനെ F എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ പിണ്ഡങ്ങളുടെ, അതായത് മാസ് എന്ന് പറയുന്നത് M1ഉം M2ഉം ആണെങ്കിൽ അവയുടെ ഗുണനബലത്തിന് ആനുപാതികവും അവ തമ്മിലുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഇവിടെ റേഡിയസ് ആണ്, ആ ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതികവുമാണെന്ന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന് പ്രതിപാദിച്ചതാണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷനില് ന്യൂട്ടൺ എന്താണ് പറയുന്നത്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ F എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ആകർഷണ ബലം എന്ന് പറയുന്നത് ആ വസ്തുക്കളുടെ രണ്ട് വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ പിണ്ഡം, അതായത് മാസ് M1ഉം M2ഉം, ആ M1ന്റെയും M2വിന്റെയും ഗുണനഫലത്തിന് ആനുപാതികമായിരിക്കും. അതുപോലെ തന്നെ അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതികവുമായിരിക്കും. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് 6 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അതായത് പിണ്ഡത്തിന്റെ ഗുണനഫലത്തിന് ആനുപാതികമായിട്ടും വർഗത്തിന്റെ, അതായത് ഏതിന്റെ വർഗത്തിന്റെ, ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം. അതിന്റെ ഫോർമുല നമുക്കറിയാം, ഇക്വേഷൻ F എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്, ഫോഴ്സ് ആണ്. = ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ല, G into M1 into M2 divided by R² ആണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്. F G into M1 into M2 divided by M1നും M2നും ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്നത് അവയുടെ പിണ്ഡങ്ങൾ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ വർഗത്തിന് വിപരീത അനുപാതികമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം, G എന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അല്ലേ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ഇക്വേഷനിൽ G എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ മൂല്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കും 6.67430 into 10⁻⁻11 m⁻³ kg⁻⁻1 second⁻⁻2. അപ്പോൾ ഇവിടെ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് G എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ മൂല്യം അറിഞ്ഞിരിക്കണം. 6.67430 into 10⁻⁻1 m⁻³ kg⁻⁻1 s⁻². അപ്പോൾ ഇവിടെ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണം
നിയമം അനുസരിച്ചുള്ള ഫോർമുലയാണ് എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1m2/r² എന്നുള്ളത് അല്ലേ. ഇപ്പൊ ജി എന്നത് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ആ വസ്തുക്കളുടെ പിണ്ഡത്തിന്റെ ഗുണനഫലത്തിന് ആനുപാതികവും അവയുടെ ദൂരത്തിന്റെ അവ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതികത്തിലും ആയിരിക്കുമെന്നാണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം, അതായത് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇത് ഈ ഗുരുത്വാകർഷണത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെപ്പോഴും ആകർഷണ ബലമാണ്. ഇതെപ്പോഴും എന്താണ്? ആകർഷണ ബലമാണ്. റിപ്പൽഷൻ ഇല്ല. ആകർഷിക്കുകയാണ്, പരസ്പരം ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പ്രസ്താവന തരത്തിൽ ഉൾപ്പെടാം. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണത്തിന്റെ പ്രത്യേകതകൾ ചോദിച്ചു, അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൂരം കൂടുമ്പോൾ ബലം കുറയുന്നു. ഗ്രാവിറ്റേഷന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആകർഷണ ബലമാണ്, റിപ്പൽഷൻ ഇല്ല. ദൂരം കൂടുമ്പോൾ ബലം കുറയുന്നു. അത് നമുക്കറിയാം, കാരണം ആകർഷണം കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. പിണ്ഡമുള്ള എല്ലാ വസ്തുക്കളും ഗുരുത്വാകർഷണം പ്രകടിപ്പിക്കുന്നു അല്ലേ. നമ്മൾ പിണ്ഡങ്ങളെ m1 m2 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്തില്ലേ. അപ്പോൾ ഭാരമുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണം പ്രകടിപ്പിക്കുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണമാണ് വസ്തുക്കൾ എന്ത് ചെയ്ത് ഭൂമിയിലേക്ക് വീഴുന്നത്. അല്ലാതെ മുകളിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണമാണ് ഭൂമിയിലേക്ക് വസ്തുക്കൾ വീഴുന്നത്. അപ്പോൾ ഇത്രയും വസ്തുതകൾ നമ്മൾ ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയണം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നത് വൃത്താകാര പാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിനെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു വൃത്തമാണെന്ന് കരുതി കഴിഞ്ഞാൽ ആ വൃത്താകാര പാതയിൽ ഒരു വസ്തു എ എന്ന് പറയുന്ന ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തുവിനെ ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് എന്തു പറയുന്നത്? ആകർഷിക്കുന്ന ബലമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ വസ്തുവിന്റെ ദിശ മാറുന്നുണ്ട്, വേഗത മാറുന്നില്ല. വസ്തുവിന്റെ ദിശ മാറുന്നുണ്ട്, വസ്തു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ദിശ മാറുന്നുണ്ട്, പക്ഷേ വേഗത മാറുന്നില്ല. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ പ്രത്യേകത വൃത്താകാര പാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് വസ്തുവിന്റെ ദിശയെ മാറ്റുന്നുണ്ട് അല്ലെ, ഡിറക്ഷൻ മാറുന്നുണ്ട്, പക്ഷേ സ്പീഡ് മാറുന്നില്ല. വസ്തുവിന്റെ സ്പീഡ് മാറുന്നില്ല, അത് കൺസിസ്റ്റന്റ് ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് Fc= mv²/r അല്ലെങ്കിൽ Fc= m ω²r അല്ലെ. Fc= m ω²r. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mv²/r അല്ലെങ്കിൽ Fc= m ω²r ആണ്. നമുക്കറിയാം അത് ഗ്രീക്ക് ലെറ്റർ ആണ് അല്ലെ, ഗ്രീക്ക് സിമ്പിൾ ആണ്, ഗ്രീക്ക് സ്മാൾ ലെറ്റർ ആണ് ഈ ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, ഇവിടെ നമുക്ക് അറിയാം ഫിസിക്സിൽ ഈ ഒമേഗ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്, അതായത് കോണീയ വേഗത എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ Fc= mv²/r അല്ലെങ്കിൽ Fc= m ω²r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എന്ത് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ m നമുക്കറിയാം പിണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്, മാസിനെയാണ് സൂചിപ്പിക്കുന്നത്. v വെലോസിറ്റിയാണ്, വേഗതയാണ് സൂചിപ്പിക്കുന്നത്. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്, വൃത്തത്തിന്റെ ആരത്തെയാണ് സൂചിപ്പിക്കുന്നത്. കോണീയ വേഗതയാണ്.
ഒമേഗ കൊണ്ട് സൂചിപ്പിക്കും. ഒന്നുകിൽ നമുക്ക് Fc=mv²r എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ Fc=m⍵²r എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ എന്ന് എടുക്കുകയാണെങ്കിൽ അത് കോണീയ വേഗതയാണ്, ആംഗുലാർ വെലോസിറ്റിയാണ്, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിതിന് ഉദാഹരണം, സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഉദാഹരണം പറഞ്ഞാൽ കുറേയധികം ഉദാഹരണങ്ങളുണ്ട്, നമ്മൾ നിത്യജീവിതത്തിലും കാണുന്നതാണ്, ഭൂമി ചുറ്റുന്ന ചന്ദ്രനെ ഗുരുത്വാകർഷണം, ഭൂമി ചുറ്റുന്ന ചന്ദ്രന്റെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് നമുക്കറിയാം. ഭൂമിയെ ചുറ്റുന്നുണ്ട് ചന്ദ്രൻ. അപ്പൊ ആ ചന്ദ്രന്റെ എന്താണ്, ഗുരുത്വാകർഷണമാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം കാറുകൾ വളവുകളിൽ തിരിയുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്നുണ്ട്. അതേപോലെ സൈക്കിൾ ചക്രത്തിലെ സ്പോക്കുകൾ ടയറിനെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നുണ്ട്. ഇതൊക്കെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഉദാഹരണമാണ്. ഇതൊക്കെ ചിലപ്പോൾ തന്നിട്ട് ഏത് തരത്തിലുള്ള ഫോഴ്സ് ആണെന്നൊക്കെ എക്സാമിന് ചോദിക്കുക. ഈ ഉദാഹരണങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ ഫോഴ്സ് ചോദിച്ചിട്ട് ഉദാഹരണങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് പറയുന്നത്. വൃത്താകാര പാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിനെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ എന്ന് പറയുന്നത്. വസ്തുവിന്റെ ദിശ മാറുന്നു നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, പക്ഷെ വേഗത എവിടെ മാറുന്നില്ല. അതിന്റെ ഉദാഹരണവും ഫോർമുലയൊക്കെ നമ്മൾ മനസ്സിലാക്കി സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുണ്ട് സെൻട്രിഫ്യൂഗൽ. ഇപ്പോൾ സെൻട്രിപെറ്റൽ ആണ്, ഇനി ഫ്യൂഗലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അപ്പാരന്റ് ഫോഴ്സ് ആണ്. അതായത് വൃത്താകാര ചലനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്നത്. നമ്മൾ സെൻട്രിപെറ്റൽ ആയപ്പോൾ കേന്ദ്രത്തിലേക്ക് പ്രവർത്തിക്കുന്നതായിട്ടാണ്. എന്നാൽ സെൻട്രിഫ്യൂഗൽ ആണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു അപ്പാരന്റ് ഫോഴ്സ് ആണ്. അത് വൃത്താകാര ചലനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്നതായിട്ട് തോന്നും. അതായത് നമുക്ക് ന്യൂട്ടന്റെ ഇനേർഷ്യ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ന്യൂട്ടന്റെ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ജഡത്വം നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇനേർഷ്യ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം? അത് ജഡത്വത്തെ കുറിച്ചാണ് പറയുന്നത്, ഇനേർഷ്യയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നിശ്ചലമായ ഒരു വസ്തു നിശ്ചലമായി തന്നെ തുടരും. ചലിക്കുന്ന ഒരു വസ്തു അസന്തുലിതമായ ഒരു ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ സ്ഥിരമായ വേഗതയിലും നേർരേഖയിലുള്ള ചലനത്തിലുമായിരിക്കും. മറ്റൊരു ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ അത് എന്താണ്, അസന്തുലിതമായിട്ടുള്ള ഒരു ബലം പ്രയോഗിക്കുന്നില്ലെങ്കിൽ അത് സ്ഥിരമായ വേഗതയിലും നേർരേഖയിലും ചലനത്തിലും ആയിരിക്കുമെന്ന് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ജഡത്വത്തിൽ പറയുന്നുണ്ടെന്ന് ഇനേഷ്യലി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അപ്പാറന്റ് ഫോഴ്സ് ആണെന്ന് പറയുന്നത്. അതായത് വൃത്താകാര ചലനത്തിൽ എന്ത് ചെയ്യും, കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് ന്യൂട്ടന്റെ ഇനേർഷ്യ എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ന്യൂട്ടന്റെ ഇനേർഷ്യ, ജഡത്വം, അതായത് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് യഥാർത്ഥ ബലമല്ല. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ബലമല്ല. ഇതിന്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. നേരത്തെ സെൻട്രിപെറ്റൽ പഠിച്ചു, അതിന്റെ നേർ വിപരീതമാണ്. -mv²r ആണ്. FCF അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അത് -mv²r ആണ്. സെൻട്രിപെറ്റലിന്റെ നേർ വിപരീതമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതാണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതിന് നമ്മുടെ ഡെയിലി ലൈഫിലെ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീനിൽ വസ്ത്രങ്ങൾ അലക്കാൻ ഇടാറുണ്ട് അല്ലേ. ആ വാഷിംഗ് മെഷീനിൽ നിന്ന് വസ്ത്രങ്ങൾ അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയാണല്ലേ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? വൃത്താകാര ചലനത്തിലാണ് ആ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയാണ് വാഷിംഗ് മെഷീനിൽ ചെയ്യുന്നത്. അതൊരു ഉദാഹരണമാണ്. അതേപോലെ കാറിലിരുന്ന് വളവ് തിരിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് തള്ളുന്നതായി തോന്നുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണം കാരണം ധ്രുവങ്ങളിൽ നിന്ന് അകലുമ്പോൾ ഭാരം കുറയുന്നതൊക്കെ ഈ സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് കാരണമുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ ഉദാഹരണമാണ്. വാഷിംഗ് മെഷീനിൽ വസ്ത്രങ്ങൾ പുറത്തേക്ക് തള്ളുന്നത്, കാറിലിരുന്ന് വളവ് തിരിയുമ്പോൾ പുറത്തേക്ക് തള്ളുന്നതായി തോന്നുന്നത് ഭൂമിയുടെ ഭ്രമണം കാരണം ധ്രുവങ്ങളിൽ നിന്ന് അകലുമ്പോൾ ഭാരം കുറയുന്നതൊക്കെ ആയിട്ട് തോന്നുന്ന സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് ആണ്, അറിഞ്ഞിരിക്കണം. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. എസ്കേപ്പ് വെലോസിറ്റി സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി, നമുക്ക് ഈ എസ്കേപ്പ് വെലോസിറ്റിയുടെ നമുക്ക് കൈനറ്റിക് ഗതികോർജവും സ്ഥിതികോർജവും ഒക്കെ അറിയാലേ. കൈനറ്റിക് എനർജിയും, ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിരിക്കും.
എവിടെ? എസ്കേപ്പ് വെലോസിറ്റിയിൽ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗതികോർജം എന്ന് പറയുന്ന സ്ഥിതികോർജത്തിന് തുല്യമായിരിക്കും. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ, അതിൽ തന്നെയുണ്ട് എസ്കേപ്പ് രക്ഷപ്പെടുത്തുക. എസ്കേപ്പ് വെലോസിറ്റി എന്നത് ഒരു വസ്തുവിനെ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വേഗതയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. ഇത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമായിരിക്കും എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫലം എന്ന് പറയുന്നത്. അതറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്, ഭൂമിയുടെ ഉപരിതലത്തില് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് V is equal to, എസ്കേപ്പ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതാണ് അപ്രോക്സിമേറ്റ്ലി 11.2 km/s ആണ്. എക്സാമിന് ചോദിക്കും ഭൂമിയുടെ ഉപരിതലത്തിലെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 11.2 km/s ആണ്. അപ്പോൾ ഇതിന്റെ ഫോർമുല, എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡഡ് ബൈ r, അതല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2gr ആണ്. അതായത് ഭൂമിക്ക് അനുഭവപ്പെടുന്ന എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പഠിച്ചു. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 11.2 km/s ആണ്. ഇനി ഇതിന് ഉദാഹരണം, എസ്കേപ്പ് വെലോസിറ്റിക്ക് ഉദാഹരണമാണ് റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് പോകാൻ ഈ എസ്കേപ്പ് വെലോസിറ്റി കൈവരിക്കണം. അതുപോലെ തന്നെ ചന്ദ്രന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.4 km/s ആണ്. ഇത് കുറവാണ്, കാരണം കുറഞ്ഞ പിണ്ഡമുള്ളത് കൊണ്ടാണ് ചന്ദ്രന്റെ എസ്കേപ്പ് വെലോസിറ്റി 2.4 km/s ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളുകളിൽ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശ വേഗതയ്ക്ക് തുല്യമോ അധികമോ ഒക്കെ ആയിരിക്കും. അതറിഞ്ഞിരിക്കണം. അപ്പോൾ റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് പോകാൻ എന്ത് ചെയ്യണം? എസ്കേപ്പ് വെലോസിറ്റി കൈവരിക്കണം. ചന്ദ്രന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.4 km/s ആണ്. അതേപോലെ ബ്ലാക്ക് ഹോളുകളിൽ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശ വേഗതയ്ക്ക് തുല്യമോ അധികമോ ആയിരിക്കും. അപ്പോൾ ഈ ചന്ദ്രന്റെ എസ്കേപ്പ് വെലോസിറ്റി കുറവായിരിക്കാൻ കാരണം കുറഞ്ഞ പിണ്ഡമുള്ളത് കൊണ്ടാണ് 2.4 km/s ആയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകണം. ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് അടുത്ത പോർഷനിലാണ് സാറ്റലൈറ്റ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്, ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളെ ചുറ്റുന്ന വസ്തുക്കളെയാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഗ്രഹങ്ങളെ ചുറ്റുന്ന വസ്തുക്കളെയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സാറ്റലൈറ്റ്സിന്റെ ഉപഗ്രഹങ്ങളുടെ ചലനവും എന്താണ്? ഗുരുത്വാകർഷണവും സെൻട്രിപെറ്റൽ ഫോഴ്സും തമ്മിലുള്ള ബാലൻസ് ആണ്. നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഒക്കെ പഠിച്ചിരുന്നു, അല്ലെ? അപ്പോൾ അതിനകത്ത് ഈ ഗുരുത്വാകർഷണവും സെൻട്രിപെറ്റൽ ഫോഴ്സും തമ്മിലുള്ള ബാലൻസ് ആണ് എന്ത്? സാറ്റലൈറ്റുകളുടെ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ ചുറ്റുന്ന വസ്തുക്കളാണെന്ന് പറഞ്ഞു. ഗ്രഹങ്ങൾ ചുറ്റുന്ന വസ്തുക്കളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവയുടെ ചലനം ഗുരുത്വാകർഷണവും സെൻട്രിപെറ്റൽ ഫോഴ്സും തമ്മിലുള്ള ബാലൻസ് ആണ്. അപ്പോൾ ഇവയുടെ ഓർബിറ്റൽ വെലോസിറ്റി VO എന്ന് പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റി, അത് കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് gm/r, അതല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സ്മോൾ g സ്മോൾ r. അതിലെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ലോ എർത്ത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7.8 km/s ആണ് ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റൽ. അതുപോലെ തന്നെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കെപ്ലറിന്റെ 3-ാം നിയമം പഠിക്കും. ഈ കെപ്ലറിന്റെ 3-ാം നിയമപ്രകാരം ഉപഗ്രഹങ്ങളുടെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് T is equal to 2π square root of r³ divided by gm എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ
ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഭൂമിയോടൊപ്പമാണ്. അതേപോലെ ടെലിവിഷൻ, വെതർ എന്നിവയ്ക്കൊക്കെ ഈ സാറ്റലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജിയോ സ്റ്റേഷണൽ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഭൂമിയോടൊപ്പം ഭ്രമണം ചെയ്യുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മൾ, അതായത് ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hours ആയിരിക്കും. അതേപോലെ ടെലിവിഷനിലും വെതർ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പോളാർ സാറ്റലൈറ്റ് ഉപയോഗിക്കാറുണ്ട്, ഉപഗ്രഹങ്ങളെ പോളാർ സാറ്റലൈറ്റ്. ധ്രുവങ്ങൾക്ക് മുകളിലും എർത്ത് ഒബ്സർവേഷനൊക്കെ ആയിട്ടാണ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്ന് പോളാർ സാറ്റലൈറ്റ്. നമുക്കറിയാം ഈ സാറ്റലൈറ്റിന് ഉദാഹരണം, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. അത് അറിഞ്ഞിരിക്കണം. ചന്ദ്രൻ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. ഇനി നമ്മൾ എന്താണ് വെയിറ്റ്, എന്താണ് മാസ് എന്നാണ് നോക്കുന്നത്. ഭാരവും പിണ്ഡവും. പിണ്ഡം എന്ന് പറയുന്നത് വസ്തുവിന്റെ അളവാണ് അല്ലെ? വസ്തുവിന്റെ ഭാരം അല്ലെ? അത് സ്ഥിരമാണ്, അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഭാരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കിലോഗ്രാം ആണ് പിണ്ഡത്തിന്റെ യൂണിറ്റ് അല്ലെ? അതുപോലെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് പിണ്ഡമാണ് നമ്മൾ പഠിച്ച്. പിണ്ഡത്തിന്റെ യൂണിറ്റ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. എന്നാൽ ഭാരത്തിന്റെ, വെയിറ്റിന്റെ യൂണിറ്റ് നമുക്ക് പഠിക്കാം. അതിനോടൊപ്പം അത് ന്യൂട്ടൺ ആണ് ഭാരത്തിന്റെ അല്ലെ വെയിറ്റിന്റെ യൂണിറ്റ്. ഇവിടെ ഒട്ടും പഠിച്ച പിണ്ഡമാണ്, തിരിഞ്ഞു പോകരുത്. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്. ആ മാസ് എന്ന് പറയുന്ന വസ്തുവിന്റെ അളവാണ്, ക്വാണ്ടിറ്റി ആണ് അല്ലെ? ഭാരം എന്നല്ല നമ്മളവിടെ പറയുന്ന ആ ക്വാണ്ടിറ്റിയാണ്, വസ്തുവിന്റെ അളവാണ്. അതൊരു സ്കെയിലാർ ആയിരിക്കും, സ്കെയിലാർ യൂണിറ്റ് ആയിരിക്കും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഭാരം എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അതായത് ഈ ഭാരം എന്ന് പറയുന്നത് നമുക്ക് ഗുരുത്വാകർഷണം കാരണമുള്ള ബലമാണ്. ഒരു വസ്തുവിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം കാരണമുള്ള ബലം. ആ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത് mg ആയിരിക്കും. വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ഗ്രാവിറ്റി, mg ആയിരിക്കും. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതായത് സ്ഥലം അനുസരിച്ച് നമുക്ക് ഭാരം മാറാം. ശൂന്യതയിൽ, ആകാശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്ത് നമ്മുടെ ഭാരം ആയിരിക്കത്തില്ല ഭൂമിയിലെ ഭാരം. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഭാരം എന്ന് പറയുന്നത് സ്ഥലം അനുസരിച്ച് മാറാം. അപ്പോൾ വെയിറ്റിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ന്യൂട്ടണും, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. തിരിഞ്ഞു പോകരുത്, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിണ്ഡം മാറില്ല, പക്ഷെ അല്ലേ മാസ് മാറില്ല, ഭാരം മാറും. ഉദാഹരണം ചന്ദ്രനിൽ ഭാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1/6 ആണ്. അതുപോലെ വെയിറ്റ് ലെസ്നെസ് ഉണ്ട്, ഭാരമില്ലാത്ത അവസ്ഥ. അതായത് നമ്മൾ ലിഫ്റ്റ് വീഴുമ്പോൾ അനുഭവപ്പെടുന്ന, ഫ്രീ ഫോളില് ലിഫ്റ്റ് വീഴുമ്പോൾ അനുഭവപ്പെടുന്നത് ഭാരമില്ലാത്ത വെയിറ്റ്ലെസ്നെസ് ആണ്. ഇനി ജിയുടെ മൂല്യം, വാല്യൂ ഓഫ് ജി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജി എന്നത് നമുക്ക് അറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകൾ. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെയാണ്, ആക്സിലറേഷനെയാണ് എന്ത് പറയുന്നത്, ജി എന്ന് പറയുന്നത്. ജി എന്നത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണമാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി, എക്സാമിന് ചോദിക്കും, ശരാശരി ജി എന്ന് പറയുന്ന, ജിയുടെ മൂല്യം എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് ഏകദേശം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ ജിയുടെ മൂല്യം, വാല്യൂ ഓഫ് ജി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ത്വരണം കണ്ടുപിടിക്കാനുള്ള, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഈസ് ഈക്വൽ ടു ജി എം വൈ ആർ സ്ക്വയർ ആണ്. നമുക്കറിയാം ഭൂമിയുടെ പിണ്ഡമാണ് എം എന്നുള്ളതും അതേപോലെ ആർ എന്നുള്ളതും ആരമാണ്. അപ്പൊ ജി ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ്, അത് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം, വേരിയേഷൻ ഓഫ് ജി ആണ്, സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ജിയുടെ മൂല്യം സ്ഥലം അനുസരിച്ച് മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥലം അനുസരിച്ച് മാറുന്നുണ്ട്. ഉദാഹരണം വിത്ത് ആൾട്ടിറ്റ്യൂഡ്, അതേപോലെ വിത്ത് ഡെപ്ത്, വിത്ത് ലാറ്റിറ്റ്യൂഡ്. അതായത് ഉയരത്തോടൊപ്പവും ആഴത്തോടൊപ്പവും അക്ഷാംശത്തോടൊപ്പവും ഭ്രമണം കാരണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂ ടു റൊട്ടേഷൻ, ഭ്രമണം കാരണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജിക്ക് വേറെ വേറെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ത്വരണം വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. നമുക്കറിയാം വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആവുമ്പോൾ
ഉയരം കൂടുമ്പോൾ ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. നമുക്കറിയാം ഉയരം കൂടി കൂടി പോകുമ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ആകർഷിക്കാനുള്ള കഴിവ് കുറയുന്നു, മനസ്സിലാവും അല്ലേ? അപ്പോൾ ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കണം. GH=, അതായത് ഉയരം കൂടുമ്പോഴുള്ള GH=, അപ്പോൾ ആ സമയത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഉയരം കൂടുമ്പോഴുള്ള 1 - 2h/r ആണ്. അവിടെ h എന്ന് പറയുന്നത് ആറിനേക്കാളും വളരെ കുറവായിരിക്കും ആ സമയത്ത്. ഉദാഹരണങ്ങളിൽ പർവ്വതങ്ങളിൽ ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണ്. പർവ്വതങ്ങളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം കുറവാണ്. അതായത് ഉയരത്തോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, അതായത് g കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് ഉദാഹരണമാണ് പർവ്വതങ്ങളിൽ g കുറവ്. ഇനി വിത്ത് ഡെപ്ത്, നമ്മൾ ഡെപ്ത് എടുത്തു കഴിഞ്ഞാൽ ആഴത്തോടൊപ്പം ആഴം കൂടുമ്പോഴും g കുറയുന്നു. ഉയരം കൂടുമ്പോഴും ആഴം കൂടുമ്പോഴും g കുറയുന്നു. അപ്പോൾ ഡെപ്ത് കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് g×1 - d/r ആണ്. നമുക്ക് ഭൂമിയുടെ കേന്ദ്രത്തില് g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം 0 ആണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ. അപ്പോൾ ആഴത്തോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? g കുറയുകയാണ്. ആഴം കൂടുമ്പോൾ g കുറയുകയാണ്. അതിൽ ഉയരം കൂടുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ലാറ്റിറ്റ്യൂഡ് എടുക്കുകയാണ്, അക്ഷാംശം എടുക്കുകയാണ്. ഈ അക്ഷാംശം എടുക്കുമ്പോഴേ ധ്രുവ പ്രദേശങ്ങളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് g പരമാവധി 9.8 m/s² ആണ്. അത് അറിഞ്ഞിരിക്കണം. എന്നാൽ ഭൂമധ്യരേഖയിൽ കുറവെന്ന് പറയുന്നത് 9.78 m/s² ആണ്. ധ്രുവങ്ങളിലെ g പരമാവധി 9.83 m/s², ഭൂമധ്യരേഖയിൽ കുറവാണ് 9.78 m/s². ഇതിന്റെ കാരണങ്ങൾ നമുക്കെന്നറിയാം. നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ആണ്. പോൾസ് എത്തുമ്പോൾ ഫ്ലാറ്റൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ r കുറവായിരിക്കും. അതുപോലെ തന്നെ ഭ്രമണം കാരണം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിച്ചിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഭൂമധ്യരേഖയിൽ പരമാവധി വരും. സെൻട്രിഫ്യൂഗൽ, പെറ്റലല്ല ഫ്യൂഗൽ, പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡില് ഭൂമധ്യരേഖയിലെ കുറവ് അനുഭവപ്പെടും. ഭൂമധ്യരേഖയിൽ പരമാവധി എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഡ്യൂ ടു റൊട്ടേഷൻ കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ ഉണ്ടാകുന്ന മാറ്റം, ഭ്രമണം കാരണം. നമുക്കറിയാം ഭൂമധ്യരേഖയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് g എഫക്റ്റീവ് ആകുന്നത് g - ω² r cos² ആണ്. അപ്പോൾ തീറ്റ ഇവിടെ = 0 ആണ്. ഇനി നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ആൻസേഴ്സ്. നമ്മൾ ഈ പഠിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ഉണ്ടാകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമപ്രകാരം ബലം ആനുപാതികമല്ലാത്തത് ഏതിനെന്നാണ്? ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമപ്രകാരം ബലം ആനുപാതികമല്ലാത്തത് ഏതിനെന്നാണ്? ഓപ്ഷൻ എ പിണ്ഡങ്ങളുടെ ഗുണനഫലം, ഓപ്ഷൻ ബി ദൂരത്തിന്റെ വർഗം, ഓപ്ഷൻ സി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, ഓപ്ഷൻ ഡി വസ്തുക്കളുടെ വേഗത. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് വസ്തുക്കളുടെ വേഗതയ്ക്കാണ്. കാരണം ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമപ്രകാരം ബലം ഒരിക്കലും ആനുപാതികമല്ല. വസ്തുക്കളുടെ വേഗതയ്ക്ക് ആനുപാതികമല്ല ബലം എന്ന് പറയുന്നത്. പിണ്ഡങ്ങളുടെ ഗുണഫലത്തിന് ആനുപാതികമാണ്, ദൂരത്തിന്റെ വർഗത്തിന് ആനുപാതികം, നമ്മൾ പഠിച്ചതാണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന് ആനുപാതികമാണ്, പക്ഷെ വസ്തുക്കളുടെ വേഗതയ്ക്ക് ആനുപാതികം അല്ല. കാരണം ഇവിടെ നമുക്ക് വേഗതയുമായിട്ട് ബന്ധമില്ല. വേഗതയുമായിട്ട് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിന് ബന്ധമില്ല. ഇനി നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. mv²/r ആണ്. mv²/r ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത്. വൃത്താകാര ചലനത്തിന് ആവശ്യമായ ബലമാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. വൃത്തകേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് mv²/r ആണ്. സെൻട്രിഫ്യൂഗൽ ആകുമ്പോൾ -mv²/r ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥ ബലമാണോ? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ അതെ, ഓപ്ഷൻ ബി ഇല്ല, അപ്പാരന്റ് ഫോഴ്സ് ആണ് ഓപ്ഷൻ സി.
മാത്രം ഭ്രമണത്തിൽ ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണത്തോടൊപ്പം. യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ച അപ്പാരന്റ് ഫോഴ്സ് ആണ്, കാരണം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇല്ല എന്നറിയാം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ ബലമല്ല, അതൊരു അപ്പാരന്റ് ഫോഴ്സ് ആണ്. കാരണം ഇനേർഷ്യയുടെ ബലം, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം, എന്താണ്? 11.2 km/s ആണ് അല്ലേ, പഠിച്ചതല്ലേ? അപ്രോക്സിമേറ്റ്ലി 11.2 km/s ആണ് നമ്മൾ പഠിച്ചു. അടുത്തത് ഓർബിറ്റൽ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റിയുടെ എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? ഓപ്ഷൻ എ √2 മടങ്ങ് അല്ലേ, അല്ല 2 മടങ്ങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1/√, അതല്ലെങ്കിൽ തുല്യം, ഓപ്ഷൻ ഡി ഇരട്ടി. ഇതിനകത്ത് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/√2, 2 മടങ്ങെന്നുള്ളതല്ലേ, 1/√2 മടങ്ങെന്നുള്ളതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട് നമ്മൾ. അടുത്തത് ഉപഗ്രഹങ്ങളുടെ ചലനത്തിന് ആവശ്യമായ ബലം ഏതാണ്? എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഉപഗ്രഹങ്ങളുടെ ചലനം നമ്മൾ പഠിച്ചതാണ്, സാറ്റലൈറ്റ്സിന്റെ ചലനത്തിന് ആവശ്യമായ ബലം. ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗൽ, ഓപ്ഷൻ ബി ഗുരുത്വാകർഷണം, അതായത് സെൻട്രിപെറ്റലായി പരിഗണിക്കുകയാണെങ്കിൽ, ഓപ്ഷൻ സി ഫ്രിക്ഷൻ, ഓപ്ഷൻ ഡി മാഗ്നറ്റിക്. ഇവിടെ ഓർത്തിരിക്കണം, ഗുരുത്വാകർഷണമാണ്, സെൻട്രിപെറ്റലാണ്. പെറ്റലായി പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ഉപഗ്രഹങ്ങളുടെ ചലനത്തിന് ആവശ്യമായ ബലം ഗുരുത്വാകർഷണമാണ്, കാരണം ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തത് പിണ്ഡവും ഭാരവും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ W weight m × g, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചില്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് പിണ്ഡവും ഭാരവും തമ്മിലുള്ള ബന്ധം. വെയിറ്റിനെയാണ് ഭാരം എന്ന് കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു W mg, ഭാരം പിണ്ഡം ഇൻറ്റു g ആണ്. ജിയുടെ മൂല്യം പരമാവധി എവിടെയെന്നാണ്? പരമാവധി തൊട്ട് മുമ്പ് പഠിച്ചതാ. ഓപ്ഷൻ എ ഭൂമധ്യരേഖ, ഓപ്ഷൻ ബി ധ്രുവങ്ങൾ, ഓപ്ഷൻ സി പർവ്വതങ്ങൾ, ഓപ്ഷൻ ഡി സമുദ്രനിരപ്പ്. നമുക്കറിയാം ഉത്തരം ധ്രുവങ്ങളിലാണ് ജിയുടെ മൂല്യം പരമാവധി. കാരണം 6 കുറവും സെൻട്രിഫ്യൂഗല് 0യുമാണ് അവിടെ. അടുത്തത് ഉയരം കൂടുമ്പോൾ ജി എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചു, ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിച്ചില്ലേ. എന്താണ്? നമുക്കറിയാം കുറയുന്നു. കാരണം GH എന്ന് പറയുന്നത് G × 1 - 2h/r ആണ് നമ്മൾ പഠിച്ചു. ഭൂമിയുടെ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയാടേ നമ്മൾ പഠിച്ചു. ഓപ്ഷൻ എ 9.8 m/s², ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി അനന്തം, ഓപ്ഷൻ ഡി 4.9 m/s². നമുക്കറിയാം ഉത്തരം 0 അല്ലേ. ഭൂമിയുടെ കേന്ദ്രത്തിൽ സ്ഥിരം ക്വസ്റ്റ്യൻ ആണിത്. ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 0യാണ്, ഗുരുത്വാകർഷണമുണ്ട് 0യാണ്. അടുത്തത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കും. നമ്മൾ പഠിച്ചതാണ് 24 hours ആണ്, 24 മണിക്കൂറാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ പീരീഡ്. ടൈം പീരീഡ് പഠിച്ചില്ലേ. അടുത്ത ചന്ദ്രനിലെ ഭാരം ഭൂമിയിലേതിന്റെ എത്രയെന്നാണ്. അവിടെ ഓർത്തിരിക്കണം, ഓപ്ഷൻ എ ആണ് 1/6. ഇത് നമ്മൾ പഠിച്ചതാണ്. ചന്ദ്രനിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ഇതിനെ എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഭൂമിയിലെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചന്ദ്രനിലെ ഭാരം എന്ന് പറയുന്നത് ഭൂമിയുടെ 1/6 ആണ്. ഓക്കെ അല്ലേ. അടുത്തത് ഭൂമധ്യരേഖയിൽ ജി കുറയാൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഭ്രമണം, ഓപ്ഷൻ ബി ഉയരം, ഓപ്ഷൻ സി ആഴം, ഓപ്ഷൻ ഡി താപനില. നമുക്കറിയാം ഭ്രമണമാണ്, കാരണം സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് ആണ് ഭ്രമണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഭൂമധ്യരേഖയിൽ ജി കുറയാൻ കാരണം സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് എന്നും വരാം, അതിലെ ഭ്രമണമാണെന്നും വരാം. അടുത്ത എസ്കേപ്പ് വെലോസിറ്റി ആശ്രയിക്കുന്നത് ഏതിനെയാണെന്നാണ്. ഓപ്ഷൻ എ വസ്തുവിന്റെ പിണ്ഡത്തെ, ഓപ്ഷൻ ബി ഗ്രഹത്തിന്റെ പിണ്ഡവും ആരവും, ഓപ്ഷൻ സി വേഗത, ഓപ്ഷൻ ഡി ദിശ. ഇവിടെ അറിഞ്ഞിരിക്കണം, ഗ്രഹത്തിന്റെ പിണ്ഡത്തെയും ആരത്തെയുമാണ് വസ്തുവിന്റെ പിണ്ഡം ആശ്രയിക്കില്ല. ഗ്രഹത്തിന്റെ പിണ്ഡത്തിനെയും ആരത്തെയുമാണ് എസ്കേപ്പ് വെലോസിറ്റി ആശ്രയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എവിടെയാണെന്നാണ്. ഓപ്ഷൻ എ ഫ്രീ ഹോളിൽ,
ഓപ്ഷൻ ബി സ്ഥിരവേഗതയിൽ, ഓപ്ഷൻ സി ധ്രുവങ്ങളിൽ, ഓപ്ഷൻ ഡി ഭൂമധ്യരേഖയിൽ. ഉത്തരം ഫ്രീ ഹോളിലാണ്. കാരണം ഫ്രീ ഹോളിൽ ഗ്രാവിറ്റി, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഫക്റ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കാരണം ഫിസിക്സ് റിലേറ്റഡ്, ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രാവിറ്റേഷനും സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫിക്കൽ ഫോഴ്സും എസ്കേപ്പ് വെലോസിറ്റിയും സാറ്റലൈറ്റ്സും എസ്കേപ്പ് വെലോസിറ്റിയും വെയിറ്റും മാസും ഡിഫറെന്റ് ഏരിയയിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത റിലേറ്റഡ് ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.